ചൈൽഡ്ഹുഡ് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്കിനി ഒരിക്കലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞു പോകുന്ന നഷ്ടങ്ങളുടെ മാത്രം ഒരു ബാല്യകാലം നമ്മളിൽ പലർക്കും ഉണ്ട്. നമുക്കിഷ്ടപ്പെട്ട മുട്ടായി കിട്ടിയില്ല, ഡ്രസ്സ് കിട്ടിയില്ല, കൂട്ടുകാരെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വിലപിടിപ്പുള്ള ഒന്നും തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. എല്ലാം പോട്ടെ, നീ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റിയ നല്ലൊരു വീട് പോലും നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആഗ്രഹിച്ചതും എത്തിപ്പെടാൻ കൊതിച്ചതിൽ പലതും പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വേണ്ടാന്ന് വെച്ചവരായിരിക്കും നമ്മളിൽ പലരും. കുറേ പേരെങ്കിലും അതിനെ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പേരിട്ട് വിളിക്കാറുമുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള എല്ലാ മെമ്മറീസിനെയും തന്നെ നമുക്ക് ട്രോമ എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പോവേർട്ടി, ഇതിനെയൊക്കെ ലോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് മാത്രമേ നമുക്ക് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. അൺലെസ് അത് നിങ്ങൾക്കൊരു അവഗണന, അബ്യൂസ്, ഇമോഷണൽ ഡിപ്രിവേഷൻ എന്നിവ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഒരു സംഭവം നമ്മുടെ സിറ്റുവേഷനെ നേരിടാനുള്ള കഴിവുകളെ എല്ലാം ഇല്ലാതാക്കിയിട്ട് ഒരു ലോങ്ങർ പീരീഡിലേക്ക് ഇമോഷണലി ഹാംഫുൾ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ട്രോമ എന്ന് വിളിക്കുന്നത്. ലോ എക്കണോമിക് സ്റ്റാറ്റസിൽ പലപ്പോഴും നമ്മൾ ആ സാഹചര്യവുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലൈഫിലെ ഒരു ഫേസ് ആയിരുന്നു, പക്ഷേ ട്രോമയല്ല. സർക്കംസ്റ്റാൻഷ്യൽ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായി എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ വളർന്ന് വലുതായതിനു ശേഷവും നമുക്ക് ഒരിക്കലും നമ്മുടെ പാരൻസിനെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം ആ സമയത്ത് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സർവൈവൽ ആയിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നിട്ടും നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് തരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ നമ്മളെ ടൂറിനൊന്നും വിടാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ ആ സെയിം ടൈമിൽ തന്നെ അവർ മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചിട്ടെങ്കിലും നമുക്ക് നമ്മുടെ ഇന്നർ ചൈൽഡിനെ പതുക്കെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇതൊക്കെ വിധിയാണെന്ന് പറഞ്ഞിട്ട് സ്വയം പഴിക്കുന്നവരുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ പോവേർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻ ആയിരുന്നു, ഒരിക്കലും നമ്മുടെ ഐഡൻറ്റിറ്റി ആയിരുന്നില്ല. പോവേർട്ടി എന്ന് പറയുന്ന ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്ന രണ്ടാളുകൾ, അതിലൊരാൾ ഇതൊക്കെ എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സ്വയം പഴിച്ച് വിക്ടിമൈസ്ഡ് ആവുന്നു. മറ്റേയാൾ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടി ജീവിതത്തെ സമീപിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻസിന് പോലും നമ്മൾ ഫെയ്റ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളെ മാറ്റിമറിക്കാനായിട്ടുള്ള കഴിവുണ്ട്. സോ ഇനിയെങ്കിലും നമുക്കിതിനെ ട്രോമ എന്ന് വിളിക്കാതിരിക്കാം. ഇപ്പം നമ്മൾ വളർന്ന് അഡൽട്ടായി, നമ്മുടെ ഇന്നർ ചൈൽഡിന് കിട്ടാതെ പോയത് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് സെൽഫായിട്ട് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനെയല്ല ഈ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത്. ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, നമ്മൾ പാരൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ ബാഗേജ് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ കുട്ടികളുടെ മേത്തേക്ക് കൊടുക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ പാരൻറ്റിങ്ങിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഒക്കെ നമ്മളതിന് പ്രിപ്പയർ ആണോ എന്നുള്ളത് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യും.